1.38 വരെ ഓഫർ വരുന്നുണ്ട്. ഫുൾ ഓൺ മാക്സിമം ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് 22 ആണ് മൈലേജ് പറയുന്നത്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ 22-23 റേഞ്ചിൽ വരുന്നുണ്ട്. എറണാകുളം ടു കാലിക്കറ്റ് 181 കിലോമീറ്റർ 532 രൂപയാണ് കോസ്റ്റ് പറയുന്നത്. കാലിക്കറ്റ് ടു കാസർഗോഡ് 186 കിലോമീറ്റർ 546 രൂപയാണ്. ഏകദേശം 30.61 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ്. ഫോങ്സ് ആണെങ്കിൽ 28.51 വരുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാര ആണെങ്കിൽ 26.6 വരുന്നുണ്ട്. XL6 ആണെങ്കിൽ 26.32. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ്. സോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി, മിസ്സാകണ്ട. വെറും 1633 രൂപക്ക് നമുക്ക് കേരളം മൊത്തം കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ നമുക്ക് യാത്ര ചെയ്യാം. പുതിയൊരു കിട്ടുന്ന ഓഫറൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പുതിയൊരു വാഹനം ഈ ഒരു പെരുന്നാളിനൊക്കെ നോക്കുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നല്ല അടിപൊളി ഓഫേഴ്സ്, നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ വാഹനം നമുക്ക് 1 രൂപ പോലും ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ ഒത്തിരി വാഹനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. സോ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ആമിൻ്റെ നെക്സയിലാണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ദിജീഷാണ്. ദിജീഷ്, നമ്മൾ ഈ ഒരു നെക്സയുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ കോഴിക്കോട് റോഡിന്, മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡിന് കോണമ്പാറ എന്ന സ്ഥലത്താണ്. ജംഗ്ഷനിൽ നേരെ റൈറ്റ് സൈഡിൽ തന്നെ. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡിൽ നമുക്ക് വരുന്നത് ഗ്രാൻഡ് വിറ്റാരയാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മൈലേജ് കാര്യങ്ങളും നല്ല കംഫർട്ട് അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്ന മൈലേജ് ഒക്കെ കിട്ടുന്ന അടിപൊളി വാഹനം ബലേന വരുന്നുണ്ട്. ദെൻ നമുക്ക് ഗ്രാൻഡ് വിറ്റാറിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഗ്രാൻഡ് വിറ്റാരയിൽ നിന്ന് നല്ല SUV-കളൊക്കെ നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ഫ്രോങ്സ്, ദെൻ ബലേനോ, ദെൻ ഇഗ്നീസ്, ഇത്രയും വാഹനങ്ങളാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. എത്ര രൂപന്റെ ഓഫറാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് വരുന്നത്? നമുക്ക് ഏകദേശം ഒരു 1 lakhന്റെ പുറത്ത് 1.38 വരെ ഓഫർ വരുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിലൊരു ബേസ് ഓപ്ഷൻ നമുക്ക് എത്ര രൂപയാണ്? ബേസ് ഓപ്ഷനിൽ നമുക്ക് ഇപ്പോൾ വരുന്നത് 15 ഓഫറും എക്സ്ചേഞ്ച് ഉള്ളവർക്കാണെങ്കിൽ ഏകദേശം 50 രൂപയുടെ അടുത്ത് ഓഫർ. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ബേസിക്കിന് സ്റ്റാർട്ടിങ് എത്ര വരുന്നത്? നമുക്ക് 13,61,000 രൂപയാണ് വരുന്നത്. നമുക്ക് ഒരു SUV നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത്യാവശ്യം നല്ല മൈലേജും കംഫർട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി ഗ്രാൻഡ് വിറ്റാർ നമുക്ക് ഒരു ബെസ്റ്റ് ഓഫർ ഈ മെയ് മാസത്തെ ഓഫറാണ് അല്ലേ? യെസ്. അപ്പോൾ അതിന്റെ ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് നമുക്ക് ഇഗ്നിസ് ആണ്. അപ്പോൾ സാധാരണക്കാരന് ഏറ്റവും നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിൽ അത്യാവശ്യം ഫീച്ചേഴ്സും നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ്. നമുക്ക് ഇതിന്റെ ഒരു ബേസ് ഓപ്ഷനിൽ നമുക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് ഒക്കെയാണ് വരുന്നത്? 2 ഡോർ ആണ് പവർ വിൻഡോ വരിക. ഇത് ബേസ് ഓപ്ഷൻ ആണ് വരുന്നത്. ഇതാണ് നമുക്ക് ബേസ് ഓപ്ഷൻ വരുന്നത്. നമുക്ക് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. നമുക്ക് ഇലക്ട്രിക്കൽ ഇതുപോലെ ലോക്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വരുന്നത് അല്ലേ? റിയറിലും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ് വരുന്നത്. ഇതിന് മൈലേജ് നമുക്ക് എത്രയൊക്കെ കിട്ടുന്നുണ്ട്? മൈലേജ് 21 ആണ് പറയുന്നത്. ബൂട്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. യെസ്. അപ്പോൾ മൈലേജ് 21 അല്ലേ? 21 മൈലേജ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് ഈ ഒരു ലെവലിൽ അല്ലേ? നമുക്ക് ശരിക്കും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്ന ഒരു വാഹനമാണ്. മൈലേജ് ആണ് അത്യാവശ്യം നല്ല മൈലേജ്. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നത്? 7 ലക്ഷത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 7 ലക്ഷം രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഏകദേശം നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് നല്ല ട്രാക്കുള്ളവർക്കാണെന്ന് വെച്ചാൽ ഫുൾ ഓൺ മാക്സിമം ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ നല്ല ട്രാക്കിന് വണ്ടി ഇറക്കാം. ഒരു പെർ ലാക്ക് നമുക്ക് EMI ഒക്കെ എത്ര വരുന്നത്? ഒരു 1,300 ആ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു 7 ലാക്ക് ഒക്കെ നമുക്ക് ഏകദേശം നമുക്ക് 10,10,000 രൂപ പെർ മന്ത് ഒക്കെ ആയിട്ടുള്ള ഒരു EMI നമുക്ക് വാഹനം സ്വന്തമാക്കുകയും ചെയ്യാം. സോ നല്ലൊരു ഓപ്ഷനാണ് വരുന്നത് അല്ലേ? then അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ കൂടുതൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ബലേനയാണ്. ബലേനന്റെ ഒരു ഷേപ്പിങ്ങും അത്യാവശ്യം ബേസ് ഓപ്ഷനിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോ, പവർ ബാഗ്, എയർ ബാഗ്സ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് ഇതിന്റെ ബേസ് ഓപ്ഷനിൽ തന്നെ അല്ലേ? അപ്പൊ നമുക്കൊരു ബേസ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. ഇതിന്റെ മൈലേജ് എത്ര നമുക്ക് വരുന്നത്? ഇത് 22 ആണ് മൈലേജ് പറയുന്നത്. മാനുവലിന് 22, ഓട്ടോമാറ്റിക് ആകുമ്പോൾ 22-23 റേഞ്ചിൽ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് കുറച്ചും കൂടി കൂടുതൽ വരുന്നത് അല്ലേ? അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. കാസർഗോഡ് മുതൽ നമുക്ക് ട്രിവാൻഡ്രം വരെ പോകാം. 1633 രൂപ വരുന്നത് അല്ലേ? ഇത് നമുക്ക് CNG-യിലാണ് വരുന്നത്. CNG-യിൽ നമുക്ക് ഏകദേശം 30 കിലോമീറ്റർ മൈലേജ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് അങ്ങനെയാണ് നമുക്ക് ഈ ഇത് ലാഭിക്കാന്ന് പറയുന്നത്. അതായത് കൂടുതൽ കുറച്ച് ഫ്യൂവലില് കൂടുതൽ നമുക്ക് റണ്ണിങ് അത്യാവശ്യം നമ്മള് ശരിക്കും ഇലക്ട്രിക് ഒക്കെ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ലാഭം എന്ന് പറയുന്നത് ഇനി CNG ആണ് വരുന്നത്. അപ്പൊ ഒരു താരിഫ് കറക്റ്റ് ഇതിൽ നമുക്ക് ഒരു ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇതിന്റെ ഫ്യൂവല് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്.
അതിൽ നമുക്ക് 1633 രൂപക്ക് നമുക്ക് മൊത്തം ട്രാവൽ ചെയ്യാം. അതിൽ പറയുന്നത് കാസർഗോഡ് ടു എറണാകുളം കണക്കാക്കുന്ന 556 കിലോമീറ്റർ, ഇത് 1633 രൂപയ്ക്കാണ്. ഇത് നമുക്ക് ട്രിവാൻഡ്രം ടു എറണാകുളം ഇതിൽ കാണിക്കുന്നത് 199 കിലോമീറ്റർ ആണ്, 584 കിലോമീറ്റർ. ദെൻ എറണാകുളം ടു കാലിക്കറ്റ് 181 കിലോമീറ്റർ ആണ്, അതിന് 532 രൂപയാണ് കോസ്റ്റ് പറയുന്നത്. കാലിക്കറ്റ് ടു കാസർഗോഡ് 186 കിലോമീറ്റർ, 546 രൂപയാണ് നമുക്ക് CNG നമുക്ക് ഫ്യൂവൽ വരുന്നത്. സോ നമുക്കൊരു ഇലക്ട്രിക് വാഹനവുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ലാഭം ശരിക്കും CNG തന്നെയാണ് വരുന്നത് അല്ല. ഇത് മെയിൻ്റെനൻസ് നമുക്ക് സാധാ പെട്രോൾ വണ്ടിൻ്റെ അതേ മെയിൻ്റെനൻസ് ആണ് വരുന്നത്. പിന്നെ ഇലക്ട്രിക് ആവുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യണം, കുറെ ടൈം വേസ്റ്റ് ആണ്. ഇതിന് നമുക്ക് ടൈം വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു ഡീസൽ വെഹിക്കിൾ യൂസ് ചെയ്ത ആൾക്കാർക്ക് വെച്ചാൽ ഏറ്റവും കംഫർട്ട് ഇതാണ് CNG ആണ്. അതേ മൈലേജ്, അതിലേറെ മൈലേജ് കിട്ടുന്നതാണ് CNG. അപ്പൊ നമുക്ക് ഡീസലിനെ അപേക്ഷിച്ച് നമുക്ക് മെയിൻ്റെനൻസ് കുറവായിരിക്കും, എന്നാൽ ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലുമാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ മൈലേജ് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഓരോ വാഹനങ്ങൾക്കും ഇല്ല. ബലേന ആണെങ്കിൽ നമുക്ക് വരുന്നത് ഏകദേശം 30.61 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ്. ഫോങ്സ് ആണെങ്കിൽ 28.51 വരുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാര ആണെങ്കിൽ 26.6 വരുന്നുണ്ട്. XL6 ആണെങ്കിൽ 26.32 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസിയിൽ നമുക്ക് പോകാം. അപ്പോൾ കുറഞ്ഞൊരു ട്രാവലിംഗിൽ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടും CNG ഓപ്ഷൻ ആകുമ്പോൾ. ഇതിൻ്റെ ഒരു ബലേനയ്ക്ക് ഇപ്പോൾ ബേസ് മോഡൽ ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നത്? ബലേനയ്ക്ക് 8 ലക്ഷം സ്റ്റാർട്ടിങ് വരുന്നത്. CNG മോഡൽ വരുമ്പോൾ ഏകദേശം 10 ലക്ഷം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഫ്യൂൽ ഇത് വരും. അതായത് ബേസ് ഓപ്ഷനിൽ നമുക്ക് ശരിക്കും പിന്നെ CNG വരുന്നില്ല എന്നുള്ളത്. ഡെൽറ്റ ഓൺവേർഡ്സ് ആണ് വരുന്നത് CNG. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നത്. ഏകദേശം നമുക്ക് പിന്നെ ഇതിനും 1,300 പെർലാക്ക് EMI നമുക്ക് വരുന്നുള്ളൂ അല്ലേ. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 1 ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ നിയാസ് കൂടെ ഉണ്ട് നമ്മളെ കൂടെ. അപ്പോൾ നമുക്ക് CNGയിലെ സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ നമുക്ക് ഈ ഒരു മാസം അവൈലബിൾ ആണ് അല്ലേ. എങ്ങനെയൊക്കെയാണ് CNGയിലെ ഓഫേഴ്സ് വരുന്നത്? നമുക്ക് 30,000 രൂപയാണ് CNGയിൽ ഓഫർ വരുന്നത്. എക്സ്ചേഞ്ച് ബോൺസ് വരുന്നത് ബലേനയിൽ 15,000 രൂപയാണ് എക്സ്ചേഞ്ച് ബോൺസ് വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസ്യൂമർ ഓഫർ വരുന്നത് 35,000 രൂപയാണ്. മാനുവലിനെ അപേക്ഷിച്ച് 5,000 രൂപ കൂടുതലാണ് ഓട്ടോമാറ്റിക്. അപ്പോൾ മാനുവൽ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി സെയിം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കംഫർട്ടുമാണ്, നല്ല മൈലേജും കിട്ടുകയും ചെയ്യും. അതിന് അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രോങ്സ് ആണ്. മൈലേജ് 21 ആണ് മൈലേജ് വരുന്നത് മാനുവലിന്. 20 ഏകദേശം 20 നമുക്ക് ഇതിനും കിട്ടും, ഓട്ടോമാറ്റിക്കിനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് CNGയിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 26.38 ആണ് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി പറയുന്നത്. സോ ഇതിന് നമുക്ക് ബേസ് മോഡൽ ആണെങ്കിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്? AC പവർ 4 ഡോർ പവർ വിൻഡോ, പിന്നെ ABD ആൻഡ് ABS, അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. AC ഫാസ്റ്റ് സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അതേപോലെ തന്നെ എയർ ബാഗ്സ് വരുന്നുണ്ട്, ABS, EBD, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് ഓപ്ഷനിൽ വരുന്നുണ്ട് അല്ലേ. ഇതിന്റെ ഓൺ റോഡ് ബേസ് മോഡലിന്റെ പ്രൈസ് എത്രയാണ് വരുന്നത്? ഏകദേശം 9 ലക്ഷം രൂപ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ്. പക്ഷേ നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും? 1 ലാഖിന് താഴെയുള്ള ഡൗൺ പേയ്മെന്റിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇതാണ് നമുക്ക് ഈ ഒരു മാസത്തെ ഏറ്റവും ഒരു കില്ലർ ഓഫർ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയാണ്. ശരിക്കും നമുക്ക് ഇവിടുത്തെ ഏറ്റവും ഹൈ എൻഡ് പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു കിഡ്ല SUV എന്ന് പറയാം. സോ നമുക്കിതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് ആണ്, ഏകദേശം 28 അടുത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. ഈവൻ CNG ആണെങ്കിൽ നമുക്ക് 26 മൈലേജ് കിട്ടുന്ന ഒരു കിഡ്ലം വാഹനം. അപ്പോൾ ഈ ഒരു മാസത്തെ ഏറ്റവും വലിയൊരു ഓഫർ എന്ന് എത്ര ലക്ഷമാണ്? നമ്മൾ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞു 1,38,000 ടോട്ടൽ ഓഫർ പറയുന്നത്. 1,38,000 രൂപേൻ്റെ ഒരു ഓഫർ വരുന്നത്. ഇതിന്റെ ബേസ് മോഡൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരുന്നത്? ബേസ് മോഡൽ നമുക്ക് 13,61,000 വരുന്നുണ്ട്. ഇതില് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ക്രോം ഗ്രില്ലാണ് വരുന്നത്. പിന്നെ ബേസ് മോഡൽ വരുന്നത് നമുക്ക് ഈ ഒരു ക്രോം ഫിനിഷിംഗ് എല്ലാം വരുന്നുണ്ട്. സോ നമുക്ക് ഒരു ബേസ് മോഡൽ ആണെന്നുള്ളൊരു ഫീൽ ഒരിക്കലും നമുക്ക് വണ്ടിന്റെ എക്സ്റ്റീരിയർ കണ്ടിട്ട് ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. സോ നമുക്ക് നല്ലൊരു എക്സ്റ്റീരിയർ ലുക്ക് ആണെങ്കിലും നമുക്ക് ടോപ്പ് ഓപ്ഷന്റെ പോലെ തന്നെ ക്രോം ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് DRLs വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ ബേസ് ഓപ്ഷനിൽ തന്നെ വരുന്നുണ്ട്. ABS, എയർ ബാഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ബേസ് വേരിയന്റിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ് മിറർ. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് ബേസിക് മോഡലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സും. പിന്നെ AC ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. അപ്പൊ നമുക്കൊരു ബേസ് ഓപ്ഷൻ ആണെങ്കിലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് വരുന്നുണ്ട്. റിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് AC വെന്റ് വരുന്നുണ്ട്. പിന്നെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ.
അപ്പോൾ നമുക്കൊരു ബേസ് ഓപ്ഷനുമായിട്ടും അതേപോലെ ഫുൾ ലോഡും തമ്മിൽ ഔട്ടർ ലുക്കിലും എക്സ്റ്റീരിയറിലൊന്നും വലിയ ഒരു കാര്യമായ ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടെയിൽ ലാമ്പ് LED ആണ് വരുന്നത്, എല്ലാം സെയിം ആണ്. പിന്നെ നമുക്ക് വൈഫർ മാത്രമാണ് ഒരു കുറവ് വരുന്നത്. റിയർ വൈപ്പർ അല്ലാത്ത എല്ലാ സെയിമും നമുക്ക് ലുക്കും കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെയാണ്. അലവീൽസ് ആണെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷന്റെ ലുക്കായും ചെയ്തു. അപ്പൊ നമുക്ക് എക്സ്റ്റീരിയർ കൊണ്ട് നമുക്ക് ഒരിക്കലും ഇതൊരു ബേസ് ഓപ്ഷൻ ആണോ ഫുൾ ഓപ്ഷൻ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയില്ല. അപ്പോൾ നമുക്ക് ഒരു ബേസ് ഓപ്ഷൻ എടുത്തിട്ട് അത്യാവശ്യം എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ ഓപ്ഷന്റെ ഫീലിനെ നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ അല്ലേ. യെസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇപ്പോൾ നമുക്ക് ബേസ് ഓപ്ഷന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,61,000. അതിൽ ബേസ് ഓപ്ഷൻ ആകുമ്പോൾ നമുക്ക് ഏകദേശം 50 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഏകദേശം നമുക്ക് ടോട്ടൽ ഗ്രാൻഡ് വിറ്റാരയിലെ ഡെൽറ്റയിലാകുമ്പോൾ നമുക്ക് ഏകദേശം 1.38 ഓഫർ വരുന്നത്. അപ്പോൾ സിഗ്മ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം 50,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു ബേസ് മോഡലാണ് നമുക്ക് ഏകദേശം എത്ര മൈലേജ് ഒക്കെ വരുന്നുണ്ട്? നമുക്ക് 21 മൈലേജ്, 21 നോർമൽ മൈലേജ്. സ്മാർട്ട് ഹൈബ്രിഡിലാണ് നമുക്ക് ഏകദേശം ഫുള്ളി സ്മാർട്ടിലാണ് 28 സംതിങ് വരുന്നത് അല്ലേ. ഇനി ഇതിന്റെ CNG ആണെങ്കിൽ 26 മൈലേജ് പറയുന്നുണ്ട്. 26 മൈലേജ് വരുന്നുണ്ട്. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഇറക്കാൻ പറ്റും? 1,00,000-1.5 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ AM-ന്റെ നെക്സയിലായിരുന്നു. നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ട് നല്ല വാഹനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ എടുക്കാം ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വാഹനം എടുക്കാൻ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അത്യാവശ്യം നല്ല ഓഫർ റേറ്റിൽ വാഹനങ്ങൾ കിട്ടാം. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെൻറ്റ് വരെ നമുക്ക് ഇവിടെ വാഹനങ്ങൾ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നമുക്ക് CNG ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് ഇലക്ട്രിക് കാറിനേക്കാളും ഫ്യൂൽ എഫിഷ്യൻസി കൂടാതെ തന്നെ നമുക്ക് ഒത്തിരി നമുക്ക് ക്യാഷ് ലാഭിക്കാം. സോ മെയിൻ്റനൻസ് കുറവായിരിക്കും, നല്ല മൈലേജും നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള വാഹനങ്ങളാണ്. അപ്പോൾ ഈ ഒരു മെയ് മാസത്തിലെ ഓഫർ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാളുടെയും ദിജേഷ് അതേപോലെ നിയാസ് രണ്ടുപേരുടെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആവട്ടെ ആരെങ്കിലുമൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നതിനേക്കാളും നല്ലൊരു ബെറ്റർ ഓഫർ ടൈമാണ്. കാരണം നമുക്ക് ഒരു SUV ഒക്കെ നോക്കുന്നവരെ ഒരു ബെസ്റ്റ് പ്രൈസിന് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. പുതിയൊരു വാഹനം നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. സോ പുതിയ വാഹനമാകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. സോ ഇവൻ നമുക്ക് നമുക്ക് വാറണ്ടി ഉണ്ടാവും. കൂടാതെ തന്നെ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ മാക്സിമം 7 ഇയേഴ്സ് വരെ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ വേണ്ടി ഇവരെ നമ്പർ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ വിളിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. സ്മി റിയാസ്, നിയാസ് സൈനിങ് ഓഫ്.